തരിശായ പാടങ്ങൾ വീണ്ടെടുത്ത് നെൽകൃഷി വ്യാപിപ്പിക്കാൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതുൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകി ഇരിട്ടി നഗരസഭാ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ കെ സോയയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 66,59,51,989 രൂപ വരവും 54,96,57,030 രൂപ ചെലവും 11,62,94,959 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ഇരിട്ടി നഗരസഭാ ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ കെ സോയ അവതരിപ്പിച്ചത്. നെൽകൃഷിയോടൊപ്പം മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയ്ക്കും ബജറ്റിൽ ഊന്നൽ നൽകുന്നുണ്ട്. ക്ഷീരവികസനത്തിന് 1.45 കോടി രൂപയാണ് വകയിരുത്തിയത്. വയോജനക്ഷേമത്തിനായി 30 ലക്ഷവും പൊതുമരാമത്ത് വികസന പ്രവർത്തികൾക്ക് 7 കോടി രൂപയും നഗരസഭയുടെ അധീനതയിലുള്ള താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്രവർത്തികൾക്ക് 3 കോടിയും നീക്കിവച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി 90 ലക്ഷവും കുളങ്ങളും മറ്റ് നീർച്ചാലുകളും സംരക്ഷിക്കുന്നതുൾപ്പെടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 2 കോടിയും വകയിരുത്തി. ഇരിട്ടി 2015 മുതൽ നഗരസഭയായി മാറിയെങ്കിലും അടിസ്ഥാനപരമായി ഈ പ്രദേശത്തെ ജനങ്ങൾ കൃഷിയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും ഇരിട്ടി നഗരസഭയുടെ അവിഭാജ്യ ഘടകമാണ്. പഞ്ചവത്സര പദ്ധതി കാലം മുതൽ കാർഷിക മേഖലയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ഇരിട്ടി പുഴയും നിരവധി ചെറിയ തോടുകളും കുളങ്ങളും പാടങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമായ നമ്മുടെ നഗരസഭയിലെ പ്രധാന കൃഷി നെല്ലാണ്. പല കാരണങ്ങൾ കൊണ്ട് തന്നെ നെൽകൃഷി കുറഞ്ഞു വരുന്നുണ്ട്. നെൽകൃഷിയോടൊപ്പം തന്നെ മറ്റ് കൃഷികളും വർദ്ധിപ്പിക്കുക എന്നതാണ് നഗരസഭയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ചെയർമാൻ ബി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ രാജൻ, ആർ കെ ഷൈജു, വി ധനിഷ, പി വി ജിഷ, വി പി റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.